യം അഗ്നയേ നമ. നമസ്കാരം. ഇന്ന് പൂരാടം നക്ഷത്രത്തിൻ്റെ സവിശേഷതകളെ പറ്റിയാണ് ഇന്ന് വിശദീകരിക്കുന്നത്. 2025 കാലഘട്ടം എങ്ങനെ ഇരിക്കുന്നു എന്നും നമുക്ക് ചിന്തിക്കാം. പൂരാട നക്ഷത്രത്തെ 4 പാദങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഒന്നാം പാദം 253 ഡിഗ്രി മുതൽ 256 ഡിഗ്രി വരെ ധനുരാശി, ഭരിക്കുന്ന ഗ്രഹം സൂര്യനാണ്. ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് ആത്മവിശ്വാസമാണ്. എല്ലാ കാര്യത്തിലും ഇവർക്കൊരു കോൺഫിഡൻ്റ് ഉണ്ടായിരിക്കും. ആത്മവിശ്വാസമുള്ള ആൾക്കാരാണ് ഒന്നാം പാദത്തിൽ ജനിക്കുന്നവർ. രണ്ടാം പാദം 256 ഡിഗ്രി മുതൽ 260 ഡിഗ്രി വരെ ധനുരാശി, ഭരിക്കുന്ന ഗ്രഹം ബുധനാണ്. സ്വഭാവം ബുദ്ധി, ഇവർ നല്ല ബുദ്ധിമാന്മാരായിരിക്കും. അത്യാവശ്യം കുരുട്ട് ബുദ്ധിയൊക്കെ ഉള്ളവരായിരിക്കും. മൂന്നാം പാദം 260 ഡിഗ്രി മുതൽ 263 ഡിഗ്രി വരെ ഭരിക്കുന്ന ഗ്രഹം ശുക്രനാണ്. സ്വഭാവം ആഡംബരം, ഇവർ കുറച്ച് ആഡംബരമായി ജീവിക്കാനും ആഡംബരം കാണിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. നാലാം പാദം 263 ഡിഗ്രി മുതൽ 266 ഡിഗ്രി വരെ ധനുരാശി, ഭരിക്കുന്ന ഗ്രഹം കുജനാണ്. സ്വഭാവം രഹസ്യം, അതുപോലെ തന്നെ ഇവരെല്ലാം രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കുന്നവരായിരിക്കും. പുറത്തോട്ട് ഒന്നും വിടില്ല. അത്തരത്തിലൊക്കെയുള്ളൊരു സ്വഭാവക്കാരായിരിക്കും. പിന്നെ കുബേരൻ പിറന്ന നക്ഷത്രമാണ് എന്ന് പറയുന്നു. വീരഭദ്രൻ, വരുണൻ, രാജരാജേശ്വരി ഇങ്ങനെയുള്ള ദേവതമാരൊക്കെ ഈ നക്ഷത്രത്തിൻ്റെ ഒരു ഫ്രീക്വൻസിയിൽ പെടും. കട്ടിലിൻ്റെ കാല് ഈ നക്ഷത്രത്തിൻ്റെ ഒരു റേഡിയേഷനുണ്ട്. വിശറി, ഇതൊക്കെ ഇതിൻ്റെ ഒരു റേഡിയേഷനാണ്. നമ്മുടെ ഡോറ് പൂരാടം നക്ഷത്രത്തിൻ്റെ റേഡിയേഷനുണ്ട്. പിന്നെ ഈ നക്ഷത്രത്തിന് ബുധൻ്റെ ദോഷമുള്ള നക്ഷത്രമാണ്. ഇവർക്ക് സ്കിന്ന് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസുകളൊക്കെ ഈ നക്ഷത്രക്കാർക്കുണ്ടാവും. വെള്ളരിക്ക ഈ നക്ഷത്രത്തിൻ്റെ ഒരു ഫ്രീക്വൻസിയാണ്. വില്വം, കൂവളം ഈ നക്ഷത്രത്തിൻ്റെ ഒരു ഫ്രീക്വൻസിയാണ്. ഇഡലി, ദോശ, കടലമാവ് ഇതൊക്കെ ഇതിൻ്റെ ഒരു റേഡിയേഷൻസ് ഉള്ളത് കൊണ്ട് ദോഷപരിഹാരാർത്ഥമായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദാനം ചെയ്യുന്നത് ഇവർക്ക് നല്ലതാണ്. ശിവയോഗം എന്ന് പറയുന്ന യോഗമുള്ള നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർ. ഈ പൂരാടം നക്ഷത്രക്കാർ മഹാദേവനുമായിട്ട് കുറച്ച് കൂടുതൽ അടുപ്പവും ഭക്തിയൊക്കെ ഉണ്ടാവും. വെള്ളത്താമര ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് ഇവർക്ക് വളരെ നല്ലതാണ്. ഇവർ ത്രിപുരസുന്ദരി യന്ത്രമാണ് ഈ നക്ഷത്രക്കാർ ധരിക്കേണ്ടത്. മുള ഈ നക്ഷത്രമായിട്ടൊരു ഫ്രീക്വൻസി ഉണ്ട്. നീലം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പുരാട നക്ഷത്രത്തിൻ്റെ റേഡിയേഷൻ ഉള്ളതുകൊണ്ട് ഇവർ നീല വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് ഇവർക്ക് നല്ലതാണ്. വടക്ക് കിഴക്കേ ദിക്കാണ് ഇവരുടെ ദിക്ക്. അതുകൊണ്ട് ഇവർ വടക്ക് കിഴക്കേ ദിക്കിലൊക്കെ സഞ്ചരിക്കുന്നതും ആ ദേശങ്ങളിൽ ജോലി ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. 6 മുഖമുള്ള രുദ്രാക്ഷം ഇവർ ധരിക്കുന്നതും സൂക്ഷിക്കുന്നതും നല്ലതാണ്. ആൺകുരങ്ങ് ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി ഉള്ളത് കൊണ്ട് വീട്ടിലൊക്കെ ആണെങ്കിലും കുരങ്ങിൻ്റെ പടമൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. കുരങ്ങന്മാർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നതും ഈ നക്ഷത്രക്കാർക്ക് നല്ലതാണ്. പിന്നെ ഇവർക്ക് എപ്പോഴും ഈ ശാപവാക്കുകളെ ഇവരെപ്പോഴും ഭയക്കുന്ന ഒരു നക്ഷത്രക്കാരാണ്. ഇപ്പോൾ ഈശ്വര ഭക്തിയൊക്കെ ഉള്ളത് കൊണ്ടും ഇങ്ങനെയുള്ള ശാപം കിട്ടുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവർക്ക് വളരെ പേടിയായിരിക്കും. പിന്നെ പീരങ്കി എന്ന ആയുധം ഇതിൻ്റെ ഒരു റേഡിയേഷനാണ്. പിന്നെ ഇവർക്കെപ്പോഴും കണ്ണാടിയിൽ മുഖം നോക്കാനായിട്ട് പൊതുവെ ഇഷ്ടമുണ്ടായിരിക്കും. പിന്നെ ഇവരുടെ താടിക്ക് എന്തെങ്കിലും ഒരു അടയാളം എന്തെങ്കിലും ഉണ്ടാകും, മുറിവിൻ്റെ അടയാളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഇവരുടെ താടിക്ക് ഉണ്ടാവും.
പിന്നെ അതുപോലെ തന്നെ പുരാണ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാനും പഠിക്കാനും ഒക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. മഹാഭാരതം പഠിക്കുക, രാമായണം വായിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വലിയ താല്പര്യമായിരിക്കും. പിന്നെ ഇവർ ഹനുമാനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. ഇവർക്ക് പെട്ടെന്ന് ഫലം ഉണ്ടാകും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത്. അമ്പലത്തിൻ്റെ ഭണ്ഡാരം ഇതിൻ്റെ ഒരു ഫ്രീക്വൻസിയാണ്. സർക്കസ്, സാഹസം, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഫ്രീക്വൻസിയിൽ പെടും. പിന്നെ പാദരസം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പാദരസം എന്ന് പറയുന്നത് അതൊരു അമാനുഷിക തലത്തിലേക്ക് പോകുന്ന ഒരു മെറ്റീരിയൽസാണ്. അത് ഈ ഒടി വിദ്യ പഠിക്കുന്ന അല്ലെ ഒടിയന്മാരായിരിക്കുന്ന ആളുകളൊക്കെ അവരത് കാലിൽ ധരിക്കാറുണ്ട്. പാദരസം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതൊക്കെ ഇതിൻ്റെ ഒരു റേഡിയേഷനാണ്. പിന്നെ ഇവർക്ക് എപ്പോഴും ഒരു സൈക്കിക് എബിലിറ്റി പ്രോബ്ലംസുകൾ പൊതുവെ കണ്ടുവരാറുണ്ട്. വെള്ളച്ചാട്ടം ഇതിൻ്റെ ഒരു ഫ്രീക്വൻസിയാണ്. അതുകൊണ്ട് ഇവർ വെള്ളച്ചാട്ടമൊക്കെ ഉള്ള സ്ഥലത്ത് പോകുന്നു, വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ കഴിക്കുന്ന പനീർ ഇതിൻ്റെ ഒരു ഫ്രീക്വൻസിയാണ്. ഭയം ഉണ്ടാവും. എന്തിനും ഇവരൊരു ചില കാര്യങ്ങൾക്ക് ഇവർ ഭയക്കും. മഴ, മിന്നൽ, കാറ്റ്, ഇതൊക്കെ ഇതിൻ്റെ ഒരു റേഡിയേഷനാണ്. ഐസ് ക്യൂബ് ഇതിൻ്റെ ഒരു റേഡിയേഷനാണ്. ഇലക്ട്രിക് സംബന്ധമുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു റേഡിയേഷൻ ഉണ്ടാവും. നീന്തൽക്കുളം, കപ്പൽ, കാമധേനു, അമ്പും വില്ലും, ഇതൊക്കെ ഇതിൻ്റെ ഒരു റേഡിയേഷനുണ്ട്. ഏകലവ്യൻ്റെ നക്ഷത്രമാണ് ഈ നക്ഷത്രം. പിന്നെ പൂജാരി, ഈ നക്ഷത്രത്തിൽ പെടുന്ന ആൾക്കാർക്കൊക്കെ പൂജ ചെയ്യാനും പൂജാരിയാകാനും ഒക്കെ ഉള്ള യോഗമുണ്ടാവും. മഞ്ഞ്, അമ്പലത്തിലെ പുണ്യാഹം, ഇതൊക്കെ ഇതിൻ്റെ ഒരു റേഡിയേഷനാണ്. കൂര ഇതിൻ്റെ ഒരു റേഡിയേഷനാണ്. അപ്പോൾ കൂര എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവർ ചെറുപ്പകാലത്തിലൊക്കെ വളരെ ചെറിയ വീട്ടിലൊക്കെ വളർന്നിട്ട്, ചെറിയ കൂരയിൽ വളർന്നിട്ട് പിന്നീട് അവരുടെ അധ്വാനം കൊണ്ടും ഭാഗ്യം കൊണ്ടും വലിയ വീട്ടിലേക്ക് മാറാനുള്ള ലക്ഷണങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്കുണ്ട്. പിന്നെ തൈരുവട ഒക്കെ ഇതിൻ്റെ ഒരു ഫ്രീക്വൻസിയാണ്. തൈരുവടയൊക്കെ കഴിക്കുന്നത് ഇവർക്ക് നല്ലതാണ്. പിന്നെ സൗണ്ട് ഇതിൻ്റെ ഒരു ഫ്രീക്വൻസിയാണ്. പിന്നെ ഇവർക്ക് എപ്പോഴും ഒരു ഡബിൾ മൈൻഡ് ഉണ്ടാവും. അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നുള്ള ഒരു ചിന്താഗതി ഇവർക്കുണ്ടാവും. പിന്നെ സ്റ്റെബിലൈസർ, സ്വിച്ച് ബോർഡ്, ചൂടുവെള്ളം, നദി, കൈത്തോട്, കമ്പ്യൂട്ടർ, മൊബൈൽ, വിമാനം, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഫ്രീക്വൻസിയാണ്. ഇപ്പോൾ ഇവർ വിമാനയാത്രയൊക്കെ സഞ്ചരിക്കാനും ആകാശയാത്രയിലൂടെയൊക്കെ ഇവർക്ക് എപ്പോഴും സഞ്ചരിക്കാനുള്ള യോഗങ്ങളൊക്കെ ഇവർക്കുണ്ടാവും. എയർ ഹോസ്റ്റസ് ഇതിൻ്റെയൊക്കെ റേഡിയേഷനാണ്. പിന്നെ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ലഗ്നം പുരാട നക്ഷത്രത്തിൽ അവിടെ ശനി ഉണ്ടല്ലോ, ഉറപ്പായിട്ട് ഇവർ ആകാശയാത്ര ചെയ്യാനും ഈ തപസ്സും പോലെയുള്ള കാര്യങ്ങളിലൊക്കെ, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്ത് അവരുടെ മനസ്സിനെ ആകാശത്തിലൂടെ പറത്തിവിട്ട് ഒഴുകി നടക്കാനൊക്കെ സാധിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഭീഷ്മർ ജനിച്ച നക്ഷത്രമാണ് പൂരാടം. അതുപോലെ തന്നെ ഹിറ്റ്ലറുടെ നക്ഷത്രമാണ് ഈ നക്ഷത്രം. പിന്നെ ഇവർക്കെപ്പോഴും സ്നേഹിക്കാനും പ്രണയിക്കാനും ഒക്കെ പൊതുവെ താല്പര്യമുള്ളവരായിരിക്കും. ജീവിതത്തിൽ പലപ്പോഴും ഈ പ്രണയ നൈരാശ്യങ്ങളോ ഒക്കെ ഇവർക്ക് സംഭവിക്കാൻ സാധ്യതകൾ പൊതുവെ കൂടുതലാണ്. ഇവർക്ക് അമ്മയോട് പൊതുവെ ഒരല്പ സ്നേഹം കൂടുതലുണ്ടാവും. പിന്നെ ഇവർക്ക് സ്വത്തുക്കൾക്ക് പൊതുവെ കിട്ടിയാൽ തന്നെ അത് വീണ്ടും നശിച്ചു പോകുന്ന, അങ്ങനെ വീണ്ടും നശിച്ചിട്ട് പിന്നെയും അവർ ഉയർത്തെഴുന്നേക്കും. കുടുംബ സ്വത്തുക്കൾക്കൊന്നും ഇവർ കഴിവതും ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന സ്വത്തുക്കളിൽ ഇവർക്ക് ആ കുടുംബത്തിൻ്റെ ഒരു DNA ദോഷം ഇവരിലുണ്ടാവും. പിന്നെ ഇവർക്ക് പാട്ട് പാടാനൊക്കെ പൊതുവെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. പാട്ടിനോടൊക്കെയും താല്പര്യമൊക്കെ ഉണ്ടാവും. ഇവർ മറ്റുള്ളവരെ നന്നായിട്ട് ഉപദേശിക്കാനായിട്ട് കഴിവുള്ള നക്ഷത്രക്കാരാണ് പുരാട നക്ഷത്രക്കാർ. ഇവർ എല്ലാ മതക്കാരോടും ഒരുപോലെ ഒരേ മനസ്സോടുകൂടി പെരുമാറുകയും സംസാരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ ഒരു ജാതി സ്പിരിറ്റോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് പൊതുവെ അങ്ങനെ ഉണ്ടാവാറില്ല. ഇവർ പൊതുവെ ഇവരുടെ ശരീരമൊക്കെ നന്നായിട്ട് നോക്കുന്ന ആൾക്കാരായിരിക്കും. പിന്നെ ചെറുപ്പകാലത്തൊക്കെ ഒരല്പം കുറുമ്പൊക്കെ ഇവർക്ക് അല്പം കൂടുതലായിരിക്കും. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഇവർ പെട്ടെന്ന് വിശ്വസിക്കും. അങ്ങനെയൊക്കെ ഇവർക്ക് ചിലപ്പോഴും പണിയൊക്കെ കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ആ മേഖലകളൊക്കെ ഇവർ ശ്രദ്ധിക്കണം. വയറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് കൂടെ ഉണ്ടാകാൻ സാധ്യതകൾ വരാം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്.
ഇവരുടെ യാത്ര ശരിയല്ലെങ്കിൽ ഇവർക്ക് ഞരമ്പ് സംബന്ധമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇവർ തെറ്റായ റൂട്ടിലോട്ടാണ് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ ഇവർക്ക് ഞരമ്പിന് അതിൻ്റേതായ വിഷമസ്ഥിതികളും ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവും. ഷോൾഡറുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഇവർക്കുണ്ടാവാം. പിന്നെ ഇവരുടെ ജോലിയിൽ മറ്റുള്ളവർ തലയിടുന്നവർ ഇവർക്ക് തീരെ ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ ചില സ്വഭാവവിശേഷങ്ങൾ ഇവർക്കുണ്ട്. ഇവർ പിന്നെ ജോലികൾ മാറി മാറി ചെയ്യും. ഒരു ജോലി മാത്രമായിരിക്കത്തില്ല. ഒരു ജോലി ചെയ്താലും വേറെ ഒരു ജോലി ചെയ്യാൻ ഒക്കെയുള്ള ലക്ഷണങ്ങളുണ്ട്. പിന്നെ ഇവർക്ക് സ്പ്രേയോടൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും. ഇവരെപ്പോഴും ഇറങ്ങുമ്പോൾ സ്പ്രേ ഒക്കെ അടിച്ചിട്ടായിരിക്കും ഇറങ്ങുക. പെട്ടെന്ന് കഴിക്കുന്നതിനേക്കാൾ ഇവർക്ക് ഭക്ഷണങ്ങൾ രുചിച്ച് കഴിക്കാനായിരിക്കും കൂടുതൽ താല്പര്യം, ആസ്വദിച്ച് കഴിക്കാനായിരിക്കും ഇവർക്കിഷ്ടം. ഇവരുടെ സ്ഥലവും പരിസരവും വീടൊക്കെ ഇവർ നന്നായിട്ട് വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ആൾക്കാരാണ് പുരാട നക്ഷത്രക്കാർ. വണ്ടികളോടൊക്കെ ഇവർക്കൊരു താല്പര്യമൊക്കെ ഉണ്ടാവും. ലക്ഷറി ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ ഇവർക്കുണ്ടാകേണ്ട ലക്ഷണങ്ങളൊക്കെ പറയണം. കൂടെയുള്ള യാത്രകളൊക്കെ ഇവർക്കുണ്ടാവും. കൂട്ടുകാർക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ എന്ത് റിസ്ക്കും എടുക്കും. എന്തും കൊടുക്കാനും ഒക്കെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇവർ തയ്യാറാവും. ആത്മീയതയുമായി വളരെയേറെ ബന്ധമുള്ള നക്ഷത്രക്കാരാണ് പുരാട നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ഇവർ ആത്മീയ മേഖലയിലൊക്കെ വളരെ ശോഭിക്കാനും മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ഇവർക്ക് വളരെ താല്പര്യമായിരിക്കും. രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ കൂടുതൽ ബന്ധങ്ങളുണ്ടാകും. പോലീസുകാർ, രാഷ്ട്രീയ മേഖലയിലുള്ള ഉന്നത അധികാരികൾ, മന്ത്രിമാർ പോലുമൊക്കെ അങ്ങനെയുള്ള ആളുകൾ പോലും ഇവർക്ക് സമ്പർക്കങ്ങളും ബന്ധങ്ങളും ഇവർക്കുണ്ടാവും. പിന്നെ ഇവരെ നന്നായിട്ട് പുകഴ്ത്തി പറഞ്ഞാൽ ഇവർ ആ പുകഴ്ത്തലിൽ പെട്ടെന്ന് വീഴാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ്. പിന്നെ ഇവരുടെ പൊതുവെ തെറ്റായ രീതികളിലേക്ക് പോകാനായിട്ട് ഇവർ പൊതുവെ താല്പര്യപ്പെടാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ തെറ്റുകൾ പൊതുവെ ഒരല്പം കുറവായിരിക്കും. ഇവർക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലായിട്ട് ഇവർ അങ്ങോട്ട് തേടിപ്പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രകൃതി തന്നെ ഇവർക്ക് ഗുണമായിട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു സ്വഭാവ വിശേഷതകൾ ഈ നക്ഷത്രക്കാർക്കുണ്ട്. പിന്നെ കലാപരമായിട്ടുള്ള അറിവുകളൊക്കെ ഈ നക്ഷത്രക്കാർക്കുണ്ടാവും. പിന്നെ മുമ്പേ പറഞ്ഞതുപോലെ പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കളൊക്കെ ഇവരുടെ കയ്യിൽ വന്നാൽ പൊതുവേ അവർക്കത് ആ സ്വത്തുക്കൾ കൊണ്ട് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇവർ ദൂര സ്ഥലത്തേക്ക് പോയി ജോലിയൊക്കെ ചെയ്യുന്നതായിരിക്കും ഇവർക്ക് ഏറ്റവും നല്ലത്. മനസ്സെപ്പോഴും എന്തെങ്കിലുമൊക്കെ അലട്ടുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് കൂടെ വരാനുള്ള സാധ്യതകളുണ്ട്. ഒരിടത്തും ഇവർ നിലനിൽക്കാതെ പോകും. എവിടെ നിന്നെന്ന് പറഞ്ഞാലും അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി സഞ്ചരിക്കാനുള്ള ഒരു ലക്ഷണങ്ങളൊക്കെ ഇവരുടെ ലൈഫിൽ ഉണ്ടാവും. പിന്നെ ഇവരുടെ ഫാമിലിയിലൊക്കെ ആണെങ്കിൽ 2 വിവാഹം കഴിച്ചിട്ടുള്ള കുടുംബക്കാരൊക്കെ ഇവരുടെ ഫാമിലിയിലുണ്ടാവും. പക്ഷികളെ വളർത്താനും അതുപോലെ തന്നെ ഈ പക്ഷികളുടെയൊക്കെ ശബ്ദം കേൾക്കാനുമൊക്കെ ഇവർക്ക് വളരെ ഇഷ്ടവും താല്പര്യമൊക്കെ ആയിരിക്കും. പിന്നെ ഈ കുറി പോലെയൊക്കെയുള്ള ചില കാര്യങ്ങളിനകത്തൊക്കെ ഇടപെടാനുമൊക്കെ ഇവർക്ക് താല്പര്യമൊക്കെ ഉണ്ടാവും. പിന്നെ ഇവരുടെ കുടുംബപരമായിട്ട് തറവാട്ടമ്പലമോ പോലെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പൂജാമുറിയിലാണെങ്കിലും വിശേഷമായിട്ടുള്ള പൂജകളും പ്രാർത്ഥനകളൊക്കെ ഇവർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ പുണ്യജലങ്ങൾ, ഗംഗാ നദീ ജലം അങ്ങനെയൊക്കെ പോലെയുള്ള പുണ്യ നദിയിലെ ജലങ്ങളൊക്കെ ഇവരുടെ വീട്ടിലോ പൂജാമുറിയിലോ ഒക്കെ ഇവർ സൂക്ഷിക്കാനുള്ള ലക്ഷണങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവും. അല്പം പിടിവാശിയൊക്കെ ഇവർക്ക് ഉണ്ടാവും. ചില വിഷയങ്ങളിലൊക്കെ ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങളിൽ അതൊരല്പം അഹങ്കാരമൊക്കെ ഇവർക്ക് കണ്ടുവരാറുണ്ട്. പിന്നെ ഇവർക്ക് ഭക്ഷണമൊക്കെ എല്ലാവർക്കും കൊടുക്കാനും ഭക്ഷണം ദാനം ചെയ്യാനൊക്കെ ഇവർക്ക് വളരെ താല്പര്യമായി. അന്നദാനങ്ങളൊക്കെ കഴിക്കാൻ ഇവർക്ക് പ്രത്യേക ഇഷ്ടമൊക്കെ ആയിരിക്കും. പിന്നെ സ്ത്രീകളോട് സംസാരിക്കാനൊക്കെ ഇവർക്ക് പ്രത്യേക ഒരു കഴിവും അട്രാക്ഷനും ഉണ്ടാവും. ഈ നക്ഷത്രക്കാരുടെ എല്ലാ ആൾക്കാർക്കും, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളോടാണെങ്കിലും ഈ നക്ഷത്രത്തിൽ പറഞ്ഞാൽ പ്രത്യേക ഒരു അട്രാക്ഷൻ ഉണ്ട്. ഇവരോട് സംസാരിക്കാനൊക്കെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടമായിരിക്കും. പൊതുവെ ഇവർ ലക്ഷറി ജീവിതം നയിക്കാനായിരിക്കും ഈ നക്ഷത്രക്കാർ കൂടുതലും ആഗ്രഹിക്കുക. ശത്രുദോഷങ്ങളൊന്നും പൊതുവെ ഇവരുടെ മുന്നിൽ നിലനിൽക്കത്തില്ല. ശത്രുക്കളൊക്കെ തന്നെ ഇവരുടെ മുന്നിൽ മുട്ടുമടക്കി പോകും. എത്ര ശത്രുക്കളാണെങ്കിലും ഇവരോട് സംസാരിച്ചാലോ ഇവരോട് അടുത്താലോ ആ ശത്രുക്കൾ മിത്രങ്ങളായി പോകുന്ന.
പിന്നെ ഇവർ പൂക്കളിനോടൊക്കെ ഇവർക്ക് പ്രത്യേക താല്പര്യമൊക്കെ ഉണ്ടാവും. വീട്ടിലൊക്കെ ആണെങ്കിൽ പൂന്തോട്ടമൊക്കെ വെച്ച് വളർത്താനൊക്കെ ഇവർക്കൊരു താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇവരുടെ പരിസര പ്രദേശങ്ങളിലോ ഒക്കെ അന്യഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയുള്ള സംസാരിക്കുന്ന ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവരുടെ കൂടെയോ അല്ലെങ്കിൽ ഇവരുടെ പരിസര പ്രദേശങ്ങളോ അയൽവക്കമോ ഇവരുടെ ദേശത്തോ ഒക്കെ ഉണ്ടാകുമെന്നാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഇവർ കൂടുതൽ സഹകരിക്കുമെന്നാണ് പറയേണ്ടത്. പിന്നെ പൊതുവെ ഇവർ സ്വപ്നം കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. ഉയർന്ന ചിന്താഗതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ഈ നക്ഷത്രക്കാർ. മെഡിറ്റേഷൻ, യോഗ, ധ്യാനം ഇതൊക്കെ ഇവർക്ക് വളരെ താല്പര്യം ഉണ്ടാകും. പിന്നെ ഇവർ 40 വയസ്സ് കഴിഞ്ഞാൽ ആത്മീയതയിലേക്ക് കൂടുതലായിട്ട് ഇവർ പോകാനുള്ള സാധ്യതയുണ്ട്. ഈ പുരാട നക്ഷത്രത്തിൽ ഈ നക്ഷത്രത്തിൽ കടം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടത്തേ ഇല്ല. അതുകൊണ്ട് പുരാട നക്ഷത്രത്തിലുള്ള ആൾക്കാർ പുരാട നക്ഷത്രത്തിൽ ഒരു കാര്യവും കടം കൊടുക്കരുത്. മറ്റു നക്ഷത്രക്കാരാണെങ്കിലും പുരാട നക്ഷത്രത്തിൽ പണം കൊടുത്താൽ തിരിച്ചു കിട്ടത്തില്ല. പിന്നെ ഇവർക്ക് ഗുണം ചെയ്യുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, പൂരട്ടാതി, മകയിരം, പുണർദം, ആയില്യം, പൂര, ഉത്രം, വിശാഖം, തൃക്കേട്ട, മൂലം ഈ നക്ഷത്രക്കാരൊക്കെ ഇവർക്ക് ഗുണം ചെയ്യുന്ന നക്ഷത്രക്കാരാണ്. ഇവർക്ക് ദോഷം ചെയ്യുന്ന നക്ഷത്രക്കാരാണ് തിരുവോണം, ചതയം, ഉത്രട്ടാതി, രോഹിണി, പൂയം, തിരുവാതിര, അത്തം, ചോതി, അനിഴം. ഇതൊക്കെ ഈ നക്ഷത്രത്തിന് തിന്മ ചെയ്യുന്ന നക്ഷത്രമാണ്. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് ആരെയും ഉപദ്രവിക്കാനായിട്ട് ഒരു താല്പര്യം ഇവർക്ക് കാണില്ല. ചില കാര്യങ്ങൾ ഇവർ ഇല്ലെങ്കിലും അത് തുറന്നു പറയത്തില്ല. ഇവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലെങ്കിൽ പോലും അത് ഇല്ല എന്ന് പറയാനായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിനെ വേറെ രീതിയിൽ എന്തെങ്കിലും ആയിരിക്കും ഇവർ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ ഇവർക്ക് കുടുംബത്തൊക്കെയും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇവരുടെ വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളില്ലെങ്കിൽ അവർ ഇല്ല എന്ന് പറയത്തില്ല, അതില്ല എന്ന് പറയില്ല, അതിനവരെ കൺവെർട്ട് ചെയ്ത് വിടും. പിന്നീടായിരിക്കും അതില്ല അറിയുന്നത്. അത് അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ചില തർക്കങ്ങളൊക്കെ ഇവരുടെ ഫാമിലിയിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ ഇവർ പൊതുവെ വളരെ സാധുക്കളും സ്നേഹമുള്ള ആൾക്കാരും ആയതുകൊണ്ട് ഇവരെ പെട്ടെന്ന് ആർക്കും വഴക്ക് പറയാനോ ഇവരോട് ദേഷ്യപ്പെടാനോ പൊതുവെ അങ്ങനെ ആർക്കും തോന്നാറില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായാലും 99% വരെ ഇവരുടെ ഭാഗത്തായിരിക്കും. ശരിയായ കാര്യങ്ങൾ, ന്യായം ഇവരുടെ ഭാഗത്തായിരിക്കും. ഇവരുടെ ഒരു പ്രത്യേകത, ഇവർ ഈ ഭൂമിയിലേക്ക് ജന്മമെടുത്തത് തന്നെ മുജ്ജന്മത്തിലെ ഒരു കർമ്മം വീട്ടാൻ വേണ്ടിയാണ്. ഈ പുരാണ നക്ഷത്രക്കാർ ഈ ഭൂമിയിലോട്ട് വന്നത് മുജ്ജന്മത്തിൽ ഇവർക്ക് വലിയ ഒരാഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് പുരാട നക്ഷത്രത്തിൽ നിന്നും സൂര്യൻ്റെ എനർജി പുരാട നക്ഷത്രത്തിലൂടെ ഭൂമിയിലേക്ക് വിടുന്നത്. അതായത് മുജ്ജന്മത്തിൽ ഇവർ ആത്മീയ പാതയിലൂടെ സഞ്ചരിച്ച് പകുതി വഴിയിൽ വെച്ച് തിരിച്ചു പോയ ആളുകളാണ് പുരാട നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിൽ അവർ ആ ഭക്തിയിലൂടെ വന്ന് ഈശ്വര വിശ്വാസത്തിലേക്കും മെഡിറ്റേഷനിലെയും പൂജയും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് ആത്മീയ വഴിയിലേക്ക് ഇവർ സഞ്ചരിക്കും എന്നുള്ളതാണ് ഇവർക്ക് പറയേണ്ടത്. അങ്ങനെയുള്ള ഒരു മുജ്ജന്മ കർമ്മ കടം വീട്ടുന്നതിന് വേണ്ടിയാണ് പുരാട നക്ഷത്രക്കാർ ഈ ലോകത്തേക്ക് പിറക്കുന്നത് തന്നെ. 2025 കാലഘട്ടം പൊതുവെ ഗുണാനുഭവങ്ങളെ പറയണം. ധനമേഖലകളിലൊക്കെയാണെങ്കിലും കുറച്ച് വരവുകളും കൊടുക്കൽ വാങ്ങന മേഖലകളിലൊക്കെയും അഭിവൃദ്ധികരമാകുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് ശ്രദ്ധിക്കാം. പക്ഷേ ഇവരുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കൊരല്പം പ്രതിസന്ധി ഘട്ടങ്ങൾ പലപ്പോഴും ഇവർക്ക് നേരിടാം. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെയുള്ള പ്രോബ്ലംസുകളും ചെറിയ ഒരു കലഹം പോലെയുള്ള ചില കാര്യങ്ങളൊക്കെ, ഒരു അഭിപ്രായ വ്യത്യാസം പോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിൽ നിന്നായിരിക്കും അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. ആരോഗ്യ മേഖലകളിലൊക്കെ മെച്ചപ്പെട്ട അവസ്ഥകളാണ്.
ചിലപ്പോഴൊക്കെയും പ്രവൃത്തി മണ്ഡലത്തിലൊക്കെയും ശത്രുത പോലെയുള്ള ചില പ്രയാസങ്ങളും മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചില സാധ്യതകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും 2025 കാലഘട്ടം ഇവർക്ക് പൊതുവെ ഗുണം തരുന്ന ഒരു വർഷമായിരിക്കും. ഹനുമാൻ സ്വാമി പ്രീതി ഇവർക്ക് അത്യാവശ്യമാണ്. ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ ഇവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറുന്നതിന് വളരെ നല്ലതാണ്. ഇത്രയും കാര്യങ്ങളാണ് പൂരാട നക്ഷത്രത്തെ പറ്റി പറയേണ്ടത്. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.